ഹൃദയനിർഭരം ധ്യാനത്തിൻ്റെ 71ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഹാർട്ട് ഓഫ് ലോർഡ് റാം സീരീസിൻ്റെ 5th എപ്പിസോഡാണ്. ഇതിനെക്കുറിച്ച് ഡിസ്കഷന് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിൻ്റെ റീജിയണൽ ഫെസിലിറ്റേറ്ററായ KU മോഹൻ അങ്കിളാണ്. നമസ്കാരം അങ്കിൾ. നമസ്തേ ഡോക്ടർ അജയ. താങ്ക് യു. സോ നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഹാർട്ടിലേക്ക് കണക്ട് ചെയ്ത് ഒരു സെൻറ്ററിങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്ക് ഒരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് ദ ഹാർട്ട് ഓഫ് ലോർഡ് റാം റിഫ്ലക്റ്റഡ് ഇൻ യോഗ വശിഷ്ഠ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനെ കുറിച്ചുള്ളൊരു സീരീസ് ഓഫ് എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായി. 67th എപ്പിസോഡ് തൊട്ട് ഇന്നത്തെ 71st എപ്പിസോഡ് വരെ ഈ ഒരു ബുക്കിനെ കുറിച്ചുള്ളൊരു ഡിസ്കഷനാണ് നമ്മൾ അങ്കിളിൻ്റെ ഒരു ഇൻസൈറ്റ്സ് ഈ ബുക്കിനെ കുറിച്ച് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും. ഓരോ ദിവസവും ഓരോ ചോദ്യങ്ങളായിരുന്നു. പക്ഷെ ആ ഓരോ ചോദ്യങ്ങളിലൂടെ തന്നെ നമുക്ക് ഒരുപാട് ഇൻസൈറ്റ്, ഒരുപാട് ഡെപ്ത് ഈ പുസ്തകത്തിനെ കുറിച്ച് മനസ്സിലായി. അതിൽ നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് എന്താണ് ഈ ഒരു പുസ്തകത്തിൻ്റെ റെലവൻസ്, എസ്പെഷ്യലി യൂത്തിന് ഈ ഒരു പുസ്തകത്തിൻ്റെ റെലവൻസ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് അങ്കിൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായി. അതുപോലെ തന്നെ 2ാമത്തെ എപ്പിസോഡിൽ എങ്ങനെയാണ് ജീവിതത്തിൽ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുക്കേണ്ടത് ഒരു യൂത്തിനെ സംബന്ധിച്ചിടത്തോളം, ജീവിതത്തിൽ ലൈഫ് പാർട്ട്ണറിനെ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ കരിയർ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മുടെ 68th എപ്പിസോഡിൽ മെൻഷൻ ചെയ്യുന്നുണ്ടായി. അതുപോലെ തന്നെ 69th എപ്പിസോഡിൽ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചുള്ളൊരു ഇൻസൈറ്റ് അങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഭഗവത്ഗീത, യോഗ വശിഷ്ഠം, അഷ്ടവക്രഗീത, എവല്യൂഷൻ ഓഫ് കോൺഷ്യസ്നെസ്, ഈ 4 ആസ്പെക്റ്റും ഹാർട്ട്ഫുൾനെസ് ആയിട്ടുള്ള കണക്ഷനും അതെങ്ങനെയാണ് ദാജി ഈ ഒരു പുസ്തകത്തിലൂടെ വളരെ മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പുസ്തകത്തിലൊരു ആദ്യം ഒരു ചോദ്യം, അതിനെക്കുറിച്ചുള്ളൊരു സ്റ്റോറി, പിന്നെ ഒരു കോൺഷ്യസ്നെസ് കീ, അതിനുശേഷം അതിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷൻ. ഇപ്പം നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു, അതായത് നമ്മുടെ ഇന്നത്തെ യൂത്ത് എല്ലാവർക്കും ഓരോരോ ചോദ്യങ്ങളുണ്ടാവും. ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങളുണ്ടാവും. പക്ഷെ അതിനെക്കുറിച്ചുള്ള എല്ലാത്തിനുള്ളൊരു സൊല്യൂഷൻ ചെറുകഥയായിട്ടും അതിനെക്കുറിച്ച് അടിവരയിട്ട് കോൺഷ്യസ്നെസ് കീ ആയിട്ടും അതിന് എങ്ങനെയാണ് നമ്മൾ അതിൽ പുറത്തു വരാൻ സാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഹാർട്ട്ഫുൾനെസ് പ്രാക്ടീസസും
എല്ലാം തന്നെ ഈ പുസ്തകത്തിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചും അങ്കിൾ വളരെ ഡീറ്റെയിൽഡായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ പറയുണ്ടായിരുന്നു അങ്കിൾ. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഒരു ലാസ്റ്റ് ചോദ്യമാണ് അങ്കിൾ. നമുക്ക് അങ്കിളിൻ്റെ നിന്ന് ഈ പുസ്തകത്തിനെ കുറിച്ച് കണക്ട് ചെയ്ത് ചോദിക്കാനുള്ളത്. അതായത് ഈ പുസ്തകത്തിൽ യോഗവശിഷ്ടത്തിൽ 4 ഗേറ്റ്സ് ഓഫ് ലിബറേഷനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഹാർട്ട്ഫുൾനെസ്സിൽ നോക്കുകയാണെങ്കിൽ ലിബറേഷൻ, റിയലൈസേഷൻ ആൻഡ് മേർജർ, ഈ ഒരു 3 ആസ്പെക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് തമ്മിലുള്ള എന്താണ് കണക്ഷൻ? അതുപോലെ തന്നെ യൂത്തിന് ഇതിൻ്റെ റെലവൻസ് എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. വെൽ, നമ്മൾ പറഞ്ഞു ഈ പുസ്തകം ഹാർട്ട് ഓഫ് ലോർഡ് റാം റിഫ്ലക്റ്റഡ് ഇൻ യോഗ വാസിഷ്ഠ. ഇത് ശ്രീരാമനും അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷിയും തമ്മിലുള്ള ഗുരു ശിഷ്യ സംവാദം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പറഞ്ഞു ഉല്ലാസയാത്ര കഴിഞ്ഞ് അവർ തിരിച്ചു വന്ന് കഴിഞ്ഞ ഒരു വർഷത്തെ ഉല്ലാസയാത്ര മുഴുവൻ ഒരു സ്വപ്നം പോലെ മാഞ്ഞുപോയി. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും സ്വപ്നമായിട്ട് തോന്നുന്നു. അപ്പോൾ യാഥാർത്ഥ്യത്തിലേക്കുള്ള വഴി എന്താണ്, അല്ലെങ്കിൽ യാഥാർത്ഥ്യം ഞാൻ എങ്ങനെ തിരിച്ചറിയും എന്നുള്ള ശ്രീരാമൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് നേരത്തെ ചോദിച്ച 4 ഗേറ്റ്സ് ഓഫ് ലിബറേഷൻ, മോക്ഷപ്രാപ്തിയിലേക്കുള്ള 4 പടിവാതിലുകൾ എന്നുള്ള ഈ ടോപ്പിക് വരുന്നു. അപ്പം അതിൽ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് വസിഷ്ഠ മഹർഷി ഒരു കഥ പറയുന്നു. കഥ ഏകദേശം ഇങ്ങനെയാണ്. ഒരു ഗാധി എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ പുരോഹിതൻ. അപ്പോൾ അദ്ദേഹം എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ എല്ലാ ചടങ്ങുകളും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ ചടങ്ങുകൾ, പൂജാവിധികൾക്കൊക്കെ വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു തടാകത്തിൽ പോയി കുളിക്കുകയാണ്. കുളിക്കാൻ വേണ്ടി വെള്ളത്തിൽ മുങ്ങിക്കുളിക്കല്ലേ. മുങ്ങിയതോടുകൂടി അദ്ദേഹത്തിൻ്റെ ബോധം നഷ്ടപ്പെട്ടു. ബോധം നഷ്ടപ്പെട്ട് അദ്ദേഹം ഒരു സ്വപ്നലോകത്തിലേക്ക് പോയ പോലെ ഒന്നും അറിയുന്നില്ല. അപ്പോൾ ആ സ്വപ്നലോകത്തിൽ അദ്ദേഹം കാണുന്ന ചില കാഴ്ചകൾ, അദ്ദേഹം മരിച്ചു പോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി, ശവശരീരം ഇങ്ങനെ വീട്ടിൽ കിടത്തിയിട്ടുണ്ട്. ബന്ധുക്കളൊക്കെ ചുറ്റും നിന്ന് കരയുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ശവശരീരം സംസ്കാരത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞ് അഗ്നിയിൽ ദഹിപ്പിക്കുന്നു. കുറച്ച് നേരം ഒരു അന്ധകാരം അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ഇദ്ദേഹം സ്വപ്നത്തിൽ കാണുകയാണ്. വെള്ളത്തിൽ മുങ്ങി പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ബോധം നഷ്ടപ്പെട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുക ഈ കാഴ്ച. ഈ അന്ധകാരത്തിൻ്റെ അവസാനം അല്പം പ്രകാശം കാണുന്നത്. ആ പ്രകാശത്തിൽ അദ്ദേഹം മറ്റൊരു കാഴ്ച കാണുന്നു. അദ്ദേഹം ഒരു ചെറിയ കുഞ്ഞായിട്ട് ഒരു കാട്ടുജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ വളർന്ന് അവരെ പ്രസവിക്കുന്നു ഇദ്ദേഹത്തിനെ. എന്നിട്ട് ആ കാട്ടുജാതിയിൽ അദ്ദേഹം വളർന്നു വരുന്നു. വളർന്നു വരുമ്പോൾ ആ ജാതിയിലുള്ള ആളുകളുടെയൊക്കെ ഒരു ജീവിത രീതി എന്ന് പറഞ്ഞാൽ നായാട്ടാണ്. വന്യമൃഗങ്ങളെ വേട്ടയാടി കൊന്ന് അതിൻ്റെ മാംസം കഴിക്കുക. അപ്പോൾ അവർ മൃഗങ്ങളെ കൊല്ലുന്നതും അതിൻ്റെ മാംസം കഴിക്കുന്നതും ഇദ്ദേഹം ആസ്വദിച്ച് വളരുന്നു. മറ്റേ ജന്മത്തിൽ ബ്രാഹ്മണ പുരോഹിതരാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വളർന്നു വന്ന് അദ്ദേഹം യുവാവസ്ഥയിലെത്തി. അദ്ദേഹം വിവാഹം കഴിക്കുന്നു, കുട്ടികളുണ്ടാവണം. പിന്നീട് കുട്ടികൾ വിവാഹം കഴിക്കുന്നു. അദ്ദേഹം ആ കാട്ടുജാതിയിലെ ഒരു മൂപ്പനായിട്ട് മാറുന്നു, അതിൻ്റെ ഹെഡ്. മുത്തശ്ശനുമായി, മക്കളുണ്ട്, മക്കളുടെ മക്കളുമായി. ഒരു ദിവസം അദ്ദേഹം കാട്ടിൽ നിന്ന് പുറത്തിറങ്ങി അടുത്തുള്ള ഗ്രാമത്തിൽ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പം അങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ഗ്രാമത്തിലൊരു ഉത്സവം നടക്കുകയാണ്. ഈ ഉത്സവം അവിടുത്തെ രാജാവ് അറേഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഉത്സവത്തിന് എന്താണെന്ന് വെച്ചാൽ അത് ആ നാട്ടിലെ ഒരു ആചാരമാണ്. അതായത് ഈ നിലവിലുള്ള രാജാവ് മാറി മറ്റൊരു രാജാവിനെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയുണ്ട്. സാധാരണ രീതി പോലല്ല ഈ നാട്ടിൽ.
അപ്പോൾ ഈ രാജാവിൻ്റെ കാലഘട്ടം കഴിയുന്നതോട് കൂടിയിട്ട് എന്ത് സംഭവിക്കുക വെച്ചാൽ ഈ ഇവരുടെ കൊട്ടാരത്തിൽ ഒരു അത്ഭുത സിദ്ധികളുള്ള ഒരു ആനയുണ്ട്, എലിഫൻറ്റ്. ഈ ആന അതിൻ്റെ സമയമാവുന്ന സമയത്ത് അതിൻ്റെ തുമ്പിക്കൈയിൽ ഒരു പൂമാല എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങും, രാജകൊട്ടാരം വിട്ടിട്ട്. ഇപ്പോൾ രാജാവും പരിവാരങ്ങളും കൂടെ വരും. എന്നിട്ട് ഈ നാട്ടിലൊക്കെ അലിഞ്ഞിരിഞ്ഞ് നടന്ന് ഒരാളുടെ കഴുത്തിൽ ഈ പൂമാല കൊണ്ടിടും. അദ്ദേഹമാണ് രാജാവ്. ഇതാണ് ആ രാജ്യത്തെ പുതിയ രാജാവിനെ ഉണ്ടാക്കുന്ന രീതി. അപ്പം അന്ന് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഈ ആന വന്ന് നാട്ടിലൊക്കെ ഇങ്ങനെ അലിഞ്ഞ് നടന്ന് രാജാവും പരിവാരങ്ങളും കൂടെയുണ്ട്. നമ്മുടെ ഈ കാട്ടുജാതിയിൽപ്പെട്ട മൂപ്പനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കൊണ്ടുപോയി ഈ മാലയിട്ടു. അപ്പോൾ എല്ലാവരും കൂടി അദ്ദേഹത്തിന് എടുത്തു പോക്കി. അദ്ദേഹമാണ് പിന്നീട് രാജാവ്. നേരെ പുരോഹിതന്മാർ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ രാജാവായിട്ടുള്ള അഭിഷേകമാണ് പിന്നീട്. ഒരുപാട് ചടങ്ങുകളും പുരോഹിതന്മാർ മന്ത്രങ്ങൾ ഉച്ചരിച്ച് ഈ ചടങ്ങുകളിൽ ഇദ്ദേഹത്തിൻ്റെ രാജാഭിഷേകം നിർവഹിച്ച് ഇദ്ദേഹത്തിന് രാജാവായി അവരോധിച്ചു. 8 വർഷം അദ്ദേഹം അവിടെ രാജാവായിരുന്നു. നല്ല മനോഹരമായിട്ട് രാജ്യം ഭരിച്ചു. വളരെ ശാന്തിയും സമാധാനവും സമ്പൽ സമൃദ്ധിയല്ല ഈ നാട്ടിൽ. അത് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ ഈ കാട്ടുജാതിയിൽപ്പെട്ട ഒരു സുഹൃത്ത് ഈ നാട്ടിലെത്തിപ്പെട്ടു ആകസ്മികമായിട്ട്. അദ്ദേഹം ഈ രാജാവിനെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു, ഇത് നമ്മുടെ വംശത്തിൽപ്പെട്ട നമ്മുടെ മൂപ്പനാണല്ലോ എന്ന്. അത് ഈ നാട്ടിലൊക്കെ പലരോടും ഇദ്ദേഹം പറയാൻ തുടങ്ങി. ഇദ്ദേഹത്തിന് എനിക്കറിയാം, നമ്മൾ പറയില്ലേ വലിയ ആളുകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാന്ന് പറയുന്ന പോലെ, ഇത് ഞങ്ങളുടെ ജാതിയിൽപ്പെട്ട ഒരാളാണ് ഈ രാജാവ് എന്ന് പറയുന്നത്. അങ്ങനെ നാട്ടിൽ മുഴുവൻ ഈ വാർത്ത പരന്നു. കൊട്ടാരത്തിലെ രാജപുരോഹിതന്മാരും ഇത് കേട്ടു. അവർക്ക് വല്ലാത്തൊരു ഞെട്ടലുണ്ടായി. കാരണം അവരുടെ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയല്ലോ. ഒരു കാട്ടുജാതിയിൽപ്പെട്ട ആളെയാണ് ഇവിടെ രാജാവായി വാഴിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയല്ലോ എന്നുള്ള തരത്തിൽ അവർ ആകെ അസ്വസ്ഥരായി. അവസാനം അവർ കൂടി തീരുമാനിച്ചു, നമ്മൾ തെറ്റായൊരു തീരുമാനം എടുത്തു, ഇനി നമ്മൾ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞിട്ട് അവർ ചീത കൂട്ടി അഗ്നിയിൽ ചാടി മരിക്കുകയാണ്, ആത്മഹത്യ ചെയ്യാണ്. ഇത് കണ്ടപ്പോൾ രാജാവിന് വളരെ അസ്വസ്ഥത തോന്നി. അദ്ദേഹവും വിചാരിച്ചു, ഞാൻ കാരണമാണല്ലോ ഈ പുരോഹിതന്മാരൊക്കെ അഗ്നിയിൽ ചാടി മരിക്കേണ്ടി വന്നു, അതുകൊണ്ട് ഞാനും ജീവിച്ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം അഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്യുന്നു. ഇപ്പോൾ തീയിൽ ചാടിയപ്പോൾ ആ ചൂടിൻ്റെ ആധിക്യത്തിൽ ഇദ്ദേഹം കണ്ണു തുറന്നു, തലമുകളിലേക്ക് പൊക്കി. അപ്പോൾ തടാകത്തിൽ നിന്ന് തല പൊക്കി അദ്ദേഹം പുറത്തു വന്നു. വെള്ളത്തിൽ മുങ്ങിയതാണ്, അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്, ബോധം പോയതേ. അപ്പോൾ അദ്ദേഹം പുറത്തു വന്നു. അപ്പോൾ ശരീരത്തിൽ കൂടെയൊക്കെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇതൊരു സ്വപ്നമായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി. കുറച്ച് നേരം അദ്ദേഹം ഇങ്ങനെ അന്താളിച്ച് നിന്നെങ്കിലും സ്വപ്നം കണ്ടതല്ലേ എന്ന് വിചാരിച്ച് കരയ്ക്ക് കയറി വന്ന് തൻ്റെ ബ്രാഹ്മണ പുരോഹിതൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ നാട്ടിൽ ഒരു നാടോടിയായിട്ടുള്ള ഒരാളെത്തി, മറ്റൊരു രാജ്യത്തു നിന്ന്. അപ്പോൾ അദ്ദേഹം പല വീടുകളിലും ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന കൂട്ടത്തിൽ ഈ ഗാദി എന്ന് പറയുന്ന ഈ അദ്ദേഹത്തിൻ്റെ പേര് അതാണ്, ബ്രാഹ്മണ പുരോഹിതൻ. അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിച്ചു, ഭക്ഷണമൊക്കെ കൊടുത്തു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നാടോടി അദ്ദേഹത്തിൻ്റെ കഥ പറയാൻ തുടങ്ങി. ഞാൻ കുറച്ച് ദൂരെയുള്ള ഒരു നാട്ടിൽ നിന്നാണ് വരുന്നത്. എൻ്റെ നാടിൻ്റെ പേര് കീര എന്നാണ്. അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു 8 വർഷം, കഴിഞ്ഞ 8 വർഷം. അതൊരു കാട്ടുജാതിയിൽപ്പെട്ട രാജാവായിരുന്നു. എന്നിട്ട് ഈ കഥ മുഴുവൻ പറയാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ സ്വപ്നം ആലോചിച്ചു. ഈ സ്വപ്നത്തിലുണ്ടായ കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. ആ സ്വപ്നത്തിലുള്ള രാജ്യത്തിൻ്റെ പേരാണ് കീര. അതൊക്കെ ഇദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. അപ്പോൾ കാട്ടുജാതിയിൽപ്പെട്ട ആൾ നാട്ടിലിറങ്ങുന്നതും ആന വന്ന് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മാലയിടുന്നതും പിന്നീട് രാജാവാകുന്നതും ഈ ആത്മാഹുതി ചെയ്യുന്നതായിട്ടുള്ള കഥകൾ മുഴുവൻ പറയാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഗാദി എന്നുള്ള പുരോഹിതന് വല്ലാണ്ട് അത്ഭുതം തോന്നി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ രാജ്യം ഒന്ന് സന്ദർശിക്കണമെന്നുണ്ട്. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ, നാടോടിയുടെ കൂടെ ആ നാട്ടിലേക്ക് പോവുകയാണ്. കീര എന്ന നാട്ടിൽ ഇദ്ദേഹം എത്തി.
രാജകൊട്ടാരമൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി. കൊട്ടാരവും സദസ്സും എല്ലാ കാര്യങ്ങളും കണ്ടപ്പോൾ അദ്ദേഹം അവിടുത്തെ രാജാവായിരുന്നു, അതെല്ലാം അദ്ദേഹത്തിന് മനസ്സിലായി. അതായത് ഭൗതികമായിട്ട് അതൊക്കെ നിലനിൽക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ അസ്വസ്ഥമായി. അത് കഴിഞ്ഞ് അദ്ദേഹം കാട്ടിലേക്ക് പോയി. തൻ്റെ കാട്ടുജാതിയിൽപ്പെട്ട കുടുംബം, അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടാവുന്നത്. അവിടെ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുമക്കളൊക്കെ അവിടെ ഉണ്ട്. അവരെയൊക്കെ തിരിച്ചറിയാൻ പറ്റി അദ്ദേഹത്തിന്. അപ്പം അദ്ദേഹം ജീവിച്ചിരുന്ന സാഹചര്യങ്ങളും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളെ കണ്ടു. ഈ കീര എന്ന നാട്ടിൽ 100 വർഷം കഴിഞ്ഞിരിക്കുന്നു. 100 വർഷത്തെ ചരിത്രമാണിത്. ഇദ്ദേഹം വെള്ളത്തിൽ മുങ്ങി എഴുന്നേറ്റത് 1-2 നിമിഷം നേരത്തേ ഉള്ളൂ. ഈ 1-2 നിമിഷ നേരം 100 വർഷത്തെ ചരിത്രമായിട്ട് മറ്റൊരു രാജ്യത്ത് നടന്നു ഇരിക്കുന്നു. ഇതും കൂടി കണ്ടോടുകൂടി ഇദ്ദേഹം ആകെ അസ്വസ്ഥനായി. അത് കഴിഞ്ഞ് അദ്ദേഹം മുട്ടിൽ നിന്നുകൊണ്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഈശ്വര, എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ഞാൻ ആരാണ് ശരിക്ക് എന്ന് വിചാരിച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു അശരീരി ഉണ്ടാവണം. ആ ശരീരി എന്താണെന്ന് വെച്ചാൽ, ആ കാട്ടുജാതിയിൽ പെട്ട അതിനുശേഷം രാജാവായ കിര എന്ന രാജ്യത്തിലെ രാജാവും ബ്രാഹ്മണ പുരോഹിതനും രണ്ടും സ്വപ്നങ്ങളാണ്. നീ ബോധമാണ്, ബോധം മാത്രമാണ് സത്യം. ഇപ്പോൾ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ബോധം മാത്രമാണ് യാഥാർത്ഥ്യം. ഈ ബോധം ഒരു നാടകത്തിൻ്റെ അരങ്ങ് സൃഷ്ടിക്കണം. ആ അരങ്ങത്തെ കഥാപാത്രങ്ങളൊന്നും നീയല്ല. നീ ആ കഥാപാത്രങ്ങളിലെ എല്ലാം സാക്ഷിയായി നോക്കി നിൽക്കുന്ന ഒരാൾ മാത്രമാണ്. സാക്ഷിയാണ്, വിറ്റ്നസ്സാണ്. നീ ആ കഥാപാത്രമല്ല. അപ്പോൾ ഈ രണ്ടും സങ്കല്പങ്ങളാണ്. അപ്പോൾ ഇവിടെ 3 നിമിഷം ആണ് 100 വർഷങ്ങളായിട്ട് അവിടെ അനുഭവപ്പെടുന്നത്. അപ്പോൾ സമയം എന്ന് പറയുന്നതിൻ്റെ യജമാനനാണ് ബോധം. ഇതൊക്കെയാണ് അശരീരി വരുന്നത്. കോൺഷ്യസ്നസ് ഈസ് ദ മാസ്റ്റർ ഓഫ് ടൈം. അപ്പോൾ ബോധം, സമയം എന്ന് പറയുന്ന ഒരു സ്പ്രിങ് പോലെയാണ്. അതിനെ ചുരുട്ടിക്കൊണ്ടുവരാം, നീട്ടാം. അത് ബോധത്തിൻ്റെ ഉള്ളിലാണ് സമയം, മറിച്ചല്ല. ബോധത്തിൻ്റെ സമയത്തിൻ്റെ യജമാനനാണ് ബോധം. അപ്പോൾ ഒരു നീണ്ട ഒരു ജീവിതം ഒരു സ്വപ്നം പോലെ മറഞ്ഞു പോകാം ഒരു നിമിഷം കൊണ്ട്. ഒരു സ്വപ്നം നീണ്ട ഒരു ജീവിതമായിട്ട് മാറാം. എന്നാൽ ബോധം മാത്രമാണ് യാഥാർത്ഥ്യം. ഇതാണ് കഥ. അപ്പം ഈ കഥ ശ്രീരാമൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് വസിഷ്ഠ മഹർഷി പറയുന്നു. അത് കഴിഞ്ഞിട്ട് ശ്രീരാമനോട് അദ്ദേഹം പറയാണ്, ഈ യാഥാർത്ഥ്യത്തിലേക്കുള്ള വഴി എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പം അതിന് മറുപടിയായിട്ടാണ് യാഥാർത്ഥ്യത്തിലേക്ക് ഉള്ള 4 ഗേറ്റ്സ് ഓഫ് ലിബറേഷനെ കുറിച്ച് പറയുന്നത്. യാഥാർത്ഥ്യത്തിലേക്കുള്ള 4 പടിവാതിലുകൾ. ആ പടിവാതിലുകൾ അദ്ദേഹം പറയണം. ആദ്യമായിട്ട് മഹാപുരുഷ സംശ്രയം. മഹാപുരുഷൻ എന്ന് പറഞ്ഞ ഗുരു. ഒരു യഥാർത്ഥ ഗുരുവിനെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ കണ്ടെത്തുക, അദ്ദേഹത്തിനെ തിരിച്ചറിയുക, അദ്ദേഹത്തിൻ്റെ കീഴിൽ ധ്യാനം പരിശീലിക്കുക. അതാണ് ആദ്യത്തെ പടിവാതിൽ, ആദ്യത്തെ ഗേറ്റ്. അപ്പോൾ നമ്മൾ ഈ കഥയിലും അങ്ങനെ 22 ദിവസത്തെ ഗുരുശിഷ്യ സംവാദമല്ലേ ശ്രീരാമനും വസിഷ്ഠനും തമ്മിൽ. അതിനുശേഷം നമ്മൾ പറഞ്ഞു ശ്രീരാമൻ കർമ്മനിരതനാവണു, ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കണു, രാജ്യം ഭരിക്കണു. അപ്പോൾ തുടക്കം വസിഷ്ഠ മഹർഷിയുടെ സാന്നിധ്യമാണ്, മഹാപുരുഷ സംശ്രയം. അതാണ് ആദ്യത്തെ പടിവാതിൽ. പിന്നെ ഒരു ഗുരുവിൻ്റെ കീഴിൽ നമ്മൾ ധ്യാനം പരിശീലിച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ജീവിക്കുമ്പോൾ നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ട മനോഭാവങ്ങളാണ് പിന്നീട് പറയുന്നത് 3 എണ്ണം. അതിൽ ആദ്യം പറയുന്നത് സംതൃപ്തിയാണ്, കണ്ടൻമെൻറ്റ്. നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു ഗുണവിശേഷമാണ്. എല്ലാ സാഹചര്യത്തിലും സംതൃപ്തി.
അത് ബോധത്തിൻ്റെ വികാസത്തിലേക്ക് നയിക്കും. രണ്ടാമത്തെ ഗുണവിശേഷം എന്ന് പറയുന്നത് ശാന്തി, സമാധാനം. അതും ബോധത്തിന് വികാസം നൽകുന്നതാണ്. മൂന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് വിവേകം, ഡിസ്ക്രിമിനേഷൻ. ഇതാണ് 4 ഗേറ്റുകൾ: മഹാപുരുഷ സംശ്രയം, സംതൃപ്തി, ശാന്തി, വിവേകം. ഇതാണ് മോക്ഷപ്രാപ്തിക്കുള്ള 4 പടിവാതിലുകളായിട്ട് വസിഷ്ഠ മഹർഷി ശ്രീരാമനോട് പറയുന്നത്. 4 ഗേറ്റ്സ് ഓഫ് ലിബറേഷൻ. ഇനി നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിലേക്ക് വന്നാൽ നമ്മൾ എങ്ങനെയാണ് തുടങ്ങുന്നത്? സംസ്കാരങ്ങൾ കൊണ്ട് നമ്മൾ ജനിക്കുന്നു, സംസ്കാരങ്ങളെ കൊണ്ട് മരിക്കുന്നു. സംസ്കാരങ്ങൾ നീക്കം ചെയ്യപ്പെടുമ്പോൾ ജനനമരണ ചക്രത്തിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കുന്നു, മോക്ഷപ്രാപ്തി. അത് തുടങ്ങുന്നത് എവിടെയാണ്? ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്നാണ്. സി പോയിന്റ്. അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങൾ വരുന്ന സമയത്ത് സി പോയിന്റ് അസ്വസ്ഥമാവുന്നു. പിന്നീട് എ പോയിന്റിലേക്കും ബി പോയിന്റിലേക്കും പോകുന്നു, വ്യക്തികളോടും വസ്തുക്കളോടായിട്ട് മാറുമ്പോൾ. അങ്ങനെ ഹൃദയം അസ്വസ്ഥമാവുമ്പോൾ നമ്മൾ അസംതൃപ്തരാകുന്നു. അസംതൃപ്തി, സംതൃപ്തിയുടെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ആദ്യത്തെ ചക്രം അസംതൃപ്തമാകുമ്പോൾ അടുത്ത ചക്രം അശാന്തി നമുക്ക് അനുഭവപ്പെടും, നമ്മുടെ ശാന്തി നഷ്ടപ്പെടും. മൂന്നാമത്തെ ചക്രത്തിൽ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും. നാലാമത്തെ ചക്രത്തിൽ നമുക്ക് ഭീരുത്വം അനുഭവപ്പെടും. അഞ്ചാമത്തെ ചക്രത്തിൽ അവ്യക്തത. ഇതാണ് പ്രശ്നം. ഇനി ഹാർട്ട്ഫുൾനെസ്സിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ സംപ്രേഷണത്തോടു കൂടിയുള്ള ധ്യാനം തുടങ്ങണം. എങ്ങനെ? ഗുരുവിൻ്റെ സഹായത്തോടെ. ഇപ്പോൾ മഹാപുരുഷ സംശ്രയം ആദ്യം. ഗുരുവിനെ നമ്മൾ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ സംരക്ഷണം നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ ധ്യാനത്തിലൂടെ എന്ത് സംഭവിക്കുന്നു? നമ്മൾ നിരന്തര സ്മരണ വരണം, ഗുരുസ്മരണ. സി എന്നുള്ള പോയിന്റ് സംരക്ഷിക്കാനുള്ള വഴി എന്താണ്? നിരന്തര സ്മരണയില്ലേ? അപ്പോൾ സി എന്നുള്ള പോയിന്റ് സംരക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് എയും ബിയും അസ്വസ്ഥമാവുന്നില്ല, സംതൃപ്തി അനുഭവപ്പെടും. സംതൃപ്തി അനുഭവപ്പെട്ട അടുത്ത പോയിന്റിൽ ശാന്തി, പിന്നെ സ്നേഹം, പിന്നെ നിർഭയത്വം, വ്യക്തത, ക്ലാരിറ്റി. ആ വ്യക്തതയാണ് ഇവിടെ വിവേകം എന്ന് വസിഷ്ഠ മഹർഷി പറയുന്നത്. എയർ പോയിന്റ് വിവേകമല്ലത്, ക്ലാരിറ്റി. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ പറയുന്ന ഈ ഹൃദയമണ്ഡലത്തിലെ 5 ചക്രങ്ങളും, അപ്പം അതിൽ വസിഷ്ഠ മഹർഷി പറയുന്നത് ഗുരു മഹാപുരുഷ സംശ്രയം കഴിഞ്ഞാൽ അദ്ദേഹം 1, 2, 5 മാത്രമേ പറയുന്നുള്ളൂ. സംതൃപ്തി, ശാന്തിയും വിവേകവും. ഇടയ്ക്കുള്ള 2 സ്കിപ്പ് ചെയ്തിരിക്കണമെന്നേ ഉള്ളൂ. കാരണം അതിൻ്റെ കൾമിനേഷനിൽ പറയണം 4 ഗേറ്റുകൾ എന്നുള്ള അർത്ഥത്തിൽ. ഹാർട്ട്ഫുൾനെസ്സിലോ നമ്മൾ ഹൃദയമണ്ഡലത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ചക്രങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇത് രണ്ടും ഒന്നാണ്, ഒരു വ്യത്യാസമില്ല വാസ്തവത്തിൽ. പക്ഷേ ഹാർട്ട്ഫുൾനെസ് അവിടെ അവസാനിക്കുന്നില്ല. ഹൃദയമണ്ഡലം കടക്കുന്നതോടുകൂടി നമ്മൾ മനോമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ ബാബുജി മഹാരാജ് പറയണു 11 വലയങ്ങൾ. വൈരുദ്ധ്യങ്ങൾ 2ആണ്. ഞാൻ, ഈശ്വരൻ എന്നുള്ള വൈരുദ്ധ്യം മാത്രമേ ഉള്ളൂ, ഈഗോ. അപ്പോൾ ഈഗോവിൻ്റെ 11 വലയങ്ങൾ നമ്മൾ കടക്കുന്നു. സാക്ഷാത്കാരം. അത് കഴിഞ്ഞ് നമ്മൾ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ലയാവസ്ഥ. അപ്പോൾ മോക്ഷപ്രാപ്തി, സാക്ഷാത്കാരം, ലയം. ഇതാണ് നമ്മൾ യോഗവാസിഷ്ഠത്തിൽ പറയുന്ന കാര്യങ്ങൾ. ഹൃദയമണ്ഡലത്തിലെ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. മോക്ഷപ്രാപ്തിയിലേക്കുള്ള വഴിയാണല്ലോ ചോദിക്കുന്നത്. മോക്ഷപ്രാപ്തി നമ്മൾ ഹൃദയമണ്ഡലം കടന്നു കഴിഞ്ഞാൽ അനുഭവിക്കുന്നത്. അപ്പോൾ ഇത് യോഗവാസിഷ്ഠത്തിൻ്റെ ഒരു പരിഷ്കരിച്ച പതിപ്പല്ലേ ഹാർട്ട്ഫുൾനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി യോഗവാസിഷ്ഠം എന്നുള്ള പേര് എങ്ങനെ വന്നിരിക്കുന്നു? യോഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. ശരീരവും മനസ്സും ഹൃദയവും കൂടി ഒന്നിച്ച് ചേരുക, അല്ലെങ്കിൽ ബോധത്തിനെ കേന്ദ്രീകൃതമാക്കുക എന്നല്ല യോഗം എന്നുള്ളതിൻ്റെ അർത്ഥം. ഇനി വാസിഷ്ഠൻ എന്നുള്ളതിൻ്റെയോ? വസിക്കുക എന്ന് പറഞ്ഞാൽ താമസിക്കുക എന്നർത്ഥം, സ്റ്റേ എന്നുള്ള അർത്ഥത്തിലാണ്. ഡ്വെൽ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ. ഇഷ് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ അല്ലെങ്കിൽ ആത്മാവ് എന്നാണ്.
അപ്പോൾ ആത്മാവിൽ സ്ഥിരമായിട്ട് വസിക്കുന്നവൻ എന്നാണ് വസിഷ്ഠൻ എന്ന് വെച്ചാൽ അർത്ഥം. അതായത് സ്ഥിതപ്രജ്ഞൻ അർത്ഥം. ആത്മാവിൽ ബോധമുറപ്പിച്ചവനെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ സ്ഥിതപ്രജ്ഞൻ എന്നാണ് വാസ്തവത്തിൽ വസിഷ്ഠൻ എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ ആ സ്ഥിതപ്രജ്ഞതയിലൂടെ അല്ലെങ്കിൽ ബോധത്തെ ആത്മാവിൽ ഉറപ്പിക്കുന്നതിലൂടെ നമ്മൾ യോഗം സംഭവിക്കുന്നു. ഈശ്വരനുമായിട്ടുള്ള സംയോഗം, അതാണ് യോഗവാസിഷ്ടം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ആ വാക്കിൽ തന്നെ ഇതിൻ്റെ മുഴുവൻ അർത്ഥം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ബോധത്തിൻ്റെ എല്ലാ വികാസത്തിൻ്റെ അർത്ഥം ഈ യോഗവാസിഷ്ടം എന്നുള്ള വാക്കിലുണ്ട്. ഇനി ഹാർട്ട്ഫുൾനെസ്സിലേക്ക് വന്നാൽ നമ്മൾ എന്താ ചെയ്യണം? ഒരു മഹാഗുരുവിനെ നമ്മൾ സ്വീകരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സംപ്രേഷണം സ്വീകരിക്കുന്നു. സംതൃപ്തി, സമാധാനം, സ്നേഹം, ധൈര്യം, വ്യക്തത, മോക്ഷപ്രാപ്തിയിലേക്ക് പോകുന്നു. വളരെ എളുപ്പത്തിൽ സംപ്രേഷണത്തിൻ്റെ സഹായത്തോടു കൂടി. അപ്പോൾ എല്ലാ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ യോഗവാസിഷ്ടം ഹാർട്ട്ഫുൾനെസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു റെഫറൻസ് ഗ്രന്ഥമാണെങ്കിലും യോഗവാസിഷ്ടത്തിൻ്റെ തുടർച്ചയാണ് ഹാർട്ട്ഫുൾനെസ് എന്ന് പറയാം. കാരണം യോഗവാസിഷ്ടം മോക്ഷപ്രാപ്തിയിൽ അവസാനിക്കുമ്പോൾ ഹാർട്ട്ഫുൾനെസ്, സാക്ഷാത്കാരം, ലയം, അങ്ങനെ അനന്തമായ ആത്മീയ യാത്ര തുടരുന്നു. താങ്ക് യു. നമസ്കാരം. താങ്ക് യു സോ മച്ച് അങ്കിൾ. അത് എനിക്ക് തോന്നുന്നില്ല ഇത്രയും നല്ലൊരു എക്സ്പ്ലനേഷൻ നമുക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന്. ആക്ച്വലി ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോഴും ഇത്രയും നന്നായിട്ട്, അതായത് ഹാർട്ട്ഫുൾനെസ് പ്രിൻസിപ്പിളും അതേമാതിരി തന്നെ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കഥയിലൂടെ ഇത്രയും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്ക് അങ്കിളിൻ്റെ ആൻസേഴ്സിലൂടെയാണ് മനസ്സിലായത്. താങ്ക് യു സോ മച്ച് അങ്കിൾ. അപ്പം ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് അങ്കിൾ തന്നെ വളരെ മനോഹരമായിട്ട് വീണ്ടും ഒരു ജിസ്റ്റ് പോലെ നമുക്ക് പറഞ്ഞുതരുകയുണ്ടായി. ഒരു കഥയിലൂടെ, ഈ പുസ്തകത്തിലുള്ള ഒരു കഥ തന്നെയാണ് അങ്കിൾ വളരെ മനോഹരമായിട്ട് ഡെപിക്റ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. അതിനുശേഷം ഈ ഒരു 4 ഗേറ്റ്സ് ഓഫ് ലിബറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ആദ്യത്തെ ഒരു ഗേറ്റിനെ കുറിച്ച് തൊട്ട്, അതായത് ആദ്യം നമ്മളൊരു ഗുരുവായിട്ടുള്ളൊരു അസോസിയേഷനാണ്. ആ ഗുരുവിൻ്റെ ഗൈഡൻസിലൂടെ, ധ്യാനത്തിലൂടെ നമുക്ക് എങ്ങനെയാണ് കണ്ടൻമെൻറ്റ് വരുന്നത്, അതുപോലെ തന്നെ പീസ്, അതിലൂടെ വിവേകം, ഈ ഒരു 4 ഗേറ്റും, ഈ 4 ഗേറ്റ് 4 ഗേറ്റ്സ് ഓഫ് ലിബറേഷൻ എന്ന് പറയുന്നത് ലിബറേഷനിലേക്കുള്ളൊരു സ്റ്റെപ്പായിട്ടാണ് പറയുന്നത്. പക്ഷെ അങ്കിൾ പറഞ്ഞ മാതിരി തന്നെ ഹാർട്ട്ഫുൾനെസ് അവിടെ നിന്നും ഉപരി, അതായത് 5 ഹാർട്ട് റീജിയനും കടന്ന് മൈൻഡ് റീജിയൻ, റിയലൈസേഷൻ, അതുപോലെ തന്നെ സെൻട്രൽ റീജിയൻ, എമർജൻസിലോട്ട് വരെ എത്തിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഹാർട്ട്ഫുൾനെസ് തന്നെ ഈ പുസ്തകത്തിൽ നിന്നുള്ളൊരു കണ്ടിന്യൂഷൻ ആണെന്നുള്ളൊരു പെർസ്പെക്റ്റീവ്. ഇറ്റ് വാസ് റിയലി ഇൻസ്പയറിങ് അങ്കിൾ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാ പ്രേക്ഷകരോടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഇത് ഇന്നത്തെ നമുക്ക് 71st എപ്പിസോഡാണല്ലേ. അപ്പം 67th എപ്പിസോഡ് തൊട്ടാണ് നമ്മൾ ഈ ഒരു ദ ഹാർട്ട് ഓഫ് ലോർഡ് റാം ഇൻ ദ റിഫ്ലക്റ്റഡ് ഇൻ യോഗ വശിഷ്ഠ എന്നുള്ള ഒരു പുസ്തകത്തിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ഇത് ഒന്നും കൂടെ സ്റ്റാർട്ടിങ് തൊട്ട് ഈ ഒരു ബുക്കിനെ കുറിച്ചുള്ളൊരു റിഫ്ലക്ഷൻ, ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ് ഈ ഒരു 5 എപ്പിസോഡ്സിൽ ഉടനീളം നമ്മളുടെ ഡിസ്കഷൻ കടന്നു പോയിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ ഈ എപ്പിസോഡ്സ് കാണുക, അത് റിഫ്ലക്റ്റ് ചെയ്യുക. ഈ ഒരു പുസ്തകം വായിക്കാനായിട്ടുള്ള പ്രചോദനം ഉറപ്പായിട്ടും ഈ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എസ്പെഷ്യലി യൂത്ത് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ഇത്. അതിനുള്ള ഇൻസൈറ്റ്സും അതിലുള്ള എന്ത് ഡൗട്ട്സ് വന്നാലും ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഇതിലുള്ള ഏതെങ്കിലും ഒരു എപ്പിസോഡ് കേട്ട് കഴിയുമ്പോൾ നമുക്ക് അതിനുള്ളൊരു ക്ലാരിറ്റിയും അങ്കിൾ തന്നെ ഈ ഒരു ആൻസേഴ്സിലൂടെ തന്നിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച് അങ്കിൾ. അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ സീരീസ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു എപ്പിസോഡ് കാണുന്നവർക്ക് എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ 9 o'clock വരെ നമ്മളെല്ലാവരും ഒരുമിച്ച് ധ്യാനിക്കും. അതിനുശേഷം യൂണിവേഴ്സൽ പ്രെയർ. ആ സമയത്ത് ഈ ഒരു ധ്യാന സമയം തൊട്ട് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യുകയാണ്. എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്നൊന്ന് നമുക്ക് നോക്കാം. ഇൻ ദ ഹാർട്ട്ഫുൾനെസ് വേ നമ്മൾ ആദ്യം ശരീരവും മനസ്സും പൂർണ്ണമായും വിശ്രമാവസ്ഥയിൽ കൊണ്ടുവരികയാണ്.
ഭൂമാതാവിൽ നിന്നും ഒരു നേരിയ ഊർജം കാലുകളിലൂടെ ശരീരം മുഴുവനും വ്യാപിച്ച് ശരീരവും മനസ്സും പൂർണ്ണമായും വിശ്രമാവസ്ഥ അനുഭവിക്കുന്നതായി അറിയുക. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ വളരെ മൃദുലമായി ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. ഹൃദയത്തിൽ ഒരു ദിവ്യപ്രകാശമുണ്ടെന്നും ആ പ്രകാശം നിങ്ങളുടെ ശ്രദ്ധയെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നതായി അനുഭവിക്കുക. ആ പ്രകാശത്തിൻ്റെ ശാന്തിയിലും സ്നേഹത്തിലും ഒഴുകി ഈ ധ്യാനം കണ്ടിന്യൂ ചെയ്യാം. ധ്യാനിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചിന്തകൾ അലട്ടുകയാണെങ്കിൽ നമ്മളോട് തന്നെ നമ്മളൊന്ന് റിമൈൻഡ് ചെയ്യുക, നമ്മൾ ധ്യാനിക്കുകയാണെന്നും ആ സമയത്ത് നമ്മുടെ ശ്രദ്ധ ഒന്നും കൂടി ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ആ ദിവ്യപ്രകാശത്തിൽ റിലാക്സ് ചെയ്ത് ധ്യാനം കണ്ടിന്യൂ ചെയ്യാം. ഇത് 9 o'clock വരെ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം യൂണിവേഴ്സൽ പ്രെയർ എക്സ്റ്റെൻഡ് ചെയ്യാണ്. ലോകത്തുള്ള എല്ലാ സഹോദരി സഹോദരന്മാരുടെ ഹൃദയത്തിലും സ്നേഹം, ലവ്, ഡിവോഷൻ, ഭക്തി ആൻഡ് ഫെയ്ത്ത്, യഥാർത്ഥ വിശ്വാസം വളരുന്നു എന്നുള്ള സങ്കല്പത്തോടുകൂടി ഒരു 15 minutes പ്രെയർ കണ്ടിന്യൂ ചെയ്യാം. ഈ ഒരു സെഷൻ നമ്മൾ ഓഫ്ലൈനായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. നമസ്കാരം.